എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ചെറുപുഴയിലെ പുളിങ്ങോം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു പാലത്തിന് മുകളിലാണ് കേട്ടോ ഉള്ളത്. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ഒരു ഏരിയ അത് കർണാടക റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഈ വശം കേരള സ്റ്റേറ്റിൻ്റെ ഇതാണ്. അപ്പം കേരള കർണാടക സ്റ്റേറ്റ് അതിൻ്റെ നടുക്കുള്ളൊരു പാലം, അതാണ് ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പാലം പണി കഴിപ്പിച്ചിട്ട് വർഷങ്ങളായെങ്കിലും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ കേരളയിലേക്കോ കർണാടകയിലേക്കോ ഈ ഒരു പാലം വഴി ഒരു യാത്രാ സൗകര്യം ഇല്ല. ഇവിടുന്ന് ആ ബോർഡ് കാണുന്ന അവിടം വരെ മാത്രമേ ഈ ടാറിട്ട റോഡുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കർണാടക സ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ടാറിട്ട റോഡ് കാര്യങ്ങളൊന്നുമില്ല. അവിടെ മുതൽ അങ്ങോട്ടേക്ക് മൺ റോഡ് തന്നെയാണുള്ളത്. പാലം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പാലം പണി കഴിപ്പിച്ചത് കേരള സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പം ഇതാണ് ആ റിസർവ് ഫോറസ്റ്റ്. പടിഞ്ഞാൽക്കുഘാട്ട് റിസർവ് ഫോറസ്റ്റ് എന്നാണ് ഈ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പേര് ശരിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പ്രൊനൗൺസിയേഷനിൽ ചിലപ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കുറേ നാളുകൾക്ക് മുമ്പേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു പാലത്തിൽ വരണമെന്നും ഇവിടുന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കണമെന്നും. മുമ്പ് പലതവണ ഞാൻ ഈ പാലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്തയോ ഒരു സാഹചര്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങളിവിടേക്ക് വരികയും കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴേക്കല്ല, അത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു മെമ്മറി പോലെ നമുക്കതെപ്പോഴും മനസ്സിലും ഉണ്ടാവും, നമ്മളെ ചാനലിലും ഉണ്ടാവുമല്ലോ. പാലം ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഈ പുളിങ്ങോം പള്ളീൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ. ഈ പാലത്തിലൂടെ ഒരു ബസ് സർവീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബാംഗ്ലൂർ മൈസൂർ ഏരിയയിലേക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. അപ്പോൾ പാലത്തിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ തന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ് പോലെ ചെറിയൊരു കെട്ടിടം ഉണ്ട് അവിടെ. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ആ പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രമാണ് പോയിട്ടുള്ളത്. റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ആനയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും അധികം പോയിട്ടില്ല. ജസ്റ്റ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളെടുത്ത്
ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് പ്രാപ്പോയിലെത്തി. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. ഞാൻ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച സ്കൂളാണിത്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.